ഷാഫി ചാലിയം വിസ്മയങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പൊ ആ വിസ്മയം എന്തായാലും ജോസ് കെ മാണിയല്ല. നമ്മളിനി വേറെ വിസ്മയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അപ്പോ അതൊക്കെ സമയം ഇനിയുണ്ടല്ലോ, 3 മാസത്തിലധികം സമയമല്ലേ. വിസ്മയങ്ങൾ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ പുസ്തകം അടച്ച കാര്യം ഞാൻ പുസ്തകത്തിൽ നിന്നും തൊട്ടിട്ടില്ല. ഇവിടെ ജേക്കബ് ജോർജിനൊക്കെ UDF ആണ് ആക്കിയിരിക്കുന്നത്. അനിൽകുമാർ ജേക്കബ് ജോർജ് ഒരു ലെഫ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് ലീഗിനെയൊക്കെ ഒന്ന് തോണ്ടിയിട്ടാണ് സംസാരിച്ചത്. അനിൽകുമാറിന് കണ്ണ് കാണുന്നവരൊക്കെ UDF ആണ്. പിന്നെ 86 അവസാനിപ്പിച്ചത്രേ ഏത് വലിയൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയെ ലീഗായിട്ടുള്ള ബന്ധം. ആദ്യം നമ്മളെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം എടുത്ത് കഴിഞ്ഞ 2 കൊല്ലത്തെടുത്ത് നോക്കുക. ലീഗിന് തരാതരം എന്തെല്ലാം സർട്ടിഫിക്കറ്റാണ് ഗോവിന്ദൻ മാഷ് നൽകിയതെന്നുള്ളത് മനസ്സിലായല്ലോ. 86 ഞങ്ങൾ പുസ്തകം പൂട്ടിയതാണ്. പിന്നെ ഞങ്ങൾ പുസ്തകം തുറന്നില്ല. INL എന്ന പുസ്തകങ്ങൾ ഒക്കത്തുണ്ട്, PDP ഉണ്ട് നിങ്ങളൊക്കത്ത്. INL 1 അല്ല 2 ഉണ്ട്. ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യും? അതെന്താ നിങ്ങൾ മറുപടി പറയാത്തത്? പിന്നെ ഞങ്ങൾ അപ്രമാദിത്വമുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഭാഷകൾ ഞങ്ങൾ പലരും ജയിപ്പിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി AK ആൻ്റണിയെ മാത്രമല്ല, R ശങ്കരെ കണ്ണൂർ കൊണ്ടുപോയി ജയിപ്പിച്ച് ഞങ്ങളാണ്. തലശ്ശേരിയിൽ നിന്ന് കൃഷ്ണയ്യരെ ജയിപ്പിച്ച് ഞങ്ങളാണ്. ഡോക്ടർ KB മേനോനെ ജയിപ്പിച്ച് ഞങ്ങളാണ്. ചരിത്രം അറിയുന്ന ജേക്കബ് ജോർജ് അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ കേരളത്തിൻ്റെ അനിവാര്യമായ നേതാക്കളെയൊക്കെ പിന്തുണച്ച ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ ട്രാക്ക് അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒഴിവുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഗോവിന്ദ മാഷോടൊന്ന് പോയി ചോദിച്ചു നോക്കണം മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നത് എന്നുള്ളത്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന രീതി പോലുണ്ട്. EMS എഴുതിയ ലേഖനമുണ്ട് ലീഗിനെ കുറിച്ച്. സാക്ഷരതാ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ സഹകരിച്ച പാർട്ടി ലീഗാ. അങ്ങനെ പലതും ഞങ്ങൾക്ക് എടുത്തു പറയാനുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ഞങ്ങളെ സഹകരണം എന്താണെന്നുള്ളത് EMSൻ്റെ പുസ്തകമെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. എന്നിട്ട് ഞങ്ങൾ വിമർശിച്ചാൽ മതി. ഇവിടുത്തെ വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പം ജേക്കബ് ജോർജ് സാർ ഇവിടെ പറയുകയുണ്ടായി, പിന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത്തരമൊരു ഈ ഇരു സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പല ആളുകളും ആ തെറ്റിദ്ധാരണയിൽ വീണിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ചില എക്സ്ട്രീമിസ്റ്റ് ശക്തികളുടെ ചില മുദ്രാവാക്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, അതൊക്കെ ഇത്തരക്കാർക്ക് ഈ അകലം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ശക്തമായ പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മതപുരോഹിതരെ കുറിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവരെന്നും ഞങ്ങളുമായി ഫ്രണ്ട്ലിയാണ്. ഞങ്ങളാണ് ഈ നാട്ടിലെ 10-28 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇന്ന് വരെ ഒരു ഡിസ്ക്രിമിനേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ കാണിച്ചിട്ടില്ല. ആ കമ്മ്യൂണിറ്റിയുമായി